തിരുവനന്തപുരം നഗരസഭയിൽ വീണ്ടും നാടകീയ രംഗങ്ങളുണ്ടായി എന്നുള്ളതാണ്. കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചത് കോൺഗ്രസ് BJP കൗൺസിലർമാരുടെ തമ്മിൽ തല്ലിനായിരുന്നു. പാളയം വാർഡ് കൗൺസിലർ ഷെർലിയെ BJP കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ മർദ്ദിച്ചു. ഹാജർ ബുക്കിനായി പരസ്പരം പിടിവലിയും വെള്ളമൊഴിക്കലും ഒക്കെ ആയിരുന്നു അവിടെ. പിന്നാലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് കൗൺസിലർമാർ. ഇന്ദുലേഖ രേണു തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക്. അപ്രതീക്ഷിതമായിരുന്നില്ല എങ്കിൽ കൂടെ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള നാടകീയ സംഭവങ്ങളാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിൽ യോഗം ചേർന്നപ്പോൾ സംഭവിച്ചത് എന്ന് തന്നെ പറയാം. ആദ്യം അതൊരു പ്രതിഷേധ സമരത്തിൽ തുടങ്ങി, പിന്നീട് അതൊരു വാക്തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും തമ്മിൽ തല്ലിലേക്കും ഒക്കെ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മേയർ VV രാജേഷ് ഉള്ളിലേക്ക് വന്ന് കസേരയിലിരുന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ LDFന്റെ കൗൺസിൽ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. 5 മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ പറഞ്ഞു തീർത്ത് ഇന്നത്തെ അജണ്ട എല്ലാം താൻ പാസ്സാക്കുന്നു എന്ന് പറഞ്ഞ് മേയർ VV രാജേഷ് കസേരയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയായിരുന്നു. സംഘർഷത്തിൽ പരിക്കേറ്റിരുന്ന LDF കൗൺസിലർ സിന്ധു ശശി അടക്കമുള്ളവർ ഇന്ന് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥൻ തന്നെ ഷീബ പാട്രിക് എന്ന് പറയുന്ന UDF കൗൺസിലറുടെ കയ്യിലേക്ക് ഇന്നത്തെ രജിസ്റ്റർ ഒപ്പിടാനായിട്ട് കൈമാറി. ഷീബ പാട്രിക് അത് ശബരിനാഥൻ്റെ കയ്യിലേക്ക് കൈമാറുകയായിരുന്നു. ആ സമയത്താണ് ചെമ്പഴന്തി ഉദയൻ അദ്ദേഹം വലിയ രീതിയിൽ ബഹളം വെച്ച് ആക്രോശിച്ചുകൊണ്ട് സുഗതനുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ അതിലുള്ള തെളിവുകളെല്ലാം ഈ രജിസ്റ്ററിൽ നിന്നും നീക്കം ചെയ്യാൻ ശബരിനാഥൻ അടക്കമുള്ള UDF കൗൺസിലർമാർ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഒരു ബഹളം ഉണ്ടാവുന്നത്. വാർഡ് കൗൺസിലറായിട്ടുള്ള ഷെർലി, അതുപോലെ തന്നെ നാലാഞ്ചിറ കൗൺസിലറായിട്ടുള്ള ത്രേസ്യാമ്മ എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. BJP കൗൺസിലർമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ബലാത്കാരമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. ഈ രജിസ്റ്റർ ചെമ്പന്തി ഉഴയൻ പിടിച്ചു വാങ്ങി വലിച്ചു കയറി കളയുന്ന ഒരു സംഭവമുണ്ടായി. ഇങ്ങനെ ഈ രജിസ്റ്റർ നശിപ്പിച്ചു കളഞ്ഞാൽ സുഗതനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സുഗതൻ എത്ര കൗൺസിലിൽ പങ്കെടുത്തു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ഒപ്പ് അതുപോലെയുള്ള രേഖകളൊക്കെ തന്നെ അപ്പാടെ നശിപ്പിച്ചു കളയുക എന്നുള്ളതായിരുന്നു ഈ ഒരു നീക്കം കൊണ്ട് BJP ഉദ്ദേശിച്ചതെന്ന് UDF ആരോപിക്കുകയാണ്. ഇവരൊക്കെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. വിദ്യാഭ്യാസമില്ലാത്ത വെറും നികൃഷ്ട ജീവികളായിട്ടുള്ള ഇവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ ആ മിനിറ്റ്സ് ബുക്ക് അതിന്റെ ഭാഗമായി അവർ കീറിക്കളഞ്ഞു. അപ്പൊ ഇനി സുഗതന് കോടതി പോകുമ്പോൾ എളുപ്പമാണ്. ആ മിനിറ്റ്സ് ബുക്ക് ഇതിന്റെ ഭാഗമായി മിനിറ്റ്സ് ബുക്ക് കീറിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ ബുദ്ധിപരമായി മിനിറ്റ്സ് ബുക്ക് കീറിക്കളഞ്ഞ് സുഗതനെ ഇറക്കാൻ ഇവിടെ നമ്മുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതൻ ഇനി കൗൺസിൽ ഇറങ്ങി വരത്തില്ല. ചെമ്പഴന്തി ഉദയനെ പോലെ ഒരാൾക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തുടരാനുള്ള യാതൊരു വിധത്തിലുള്ള യോഗ്യതയുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൗൺസിലിൽ നിന്നും പുറത്താക്കണമെന്ന് കാട്ടി UDF അംഗങ്ങൾ എല്ലാവരും പരാതി എഴുതി ഒപ്പിട്ട് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. പരിക്കേറ്റവരെ എല്ലാവരെയും തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി നിൽക്കുന്ന ഒരു ആശങ്ക എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അവസാനം എന്നുണ്ടാകുമെന്നാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.